മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്നേഹവും സൗഹാർദ്ദവും ഊട്ടി ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യാത്ര സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരള യാത്രയുടെ മുന്നോടിയായി 3 ദിവസങ്ങളിൽ കാസർഗോഡ് ജില്ലയിലെ 9 സോണുകളിലും പ്രയാണം നടത്തുന്ന സന്ദേശയാത്രയ്ക്ക് തുടക്കമിട്ട് ഡിസംബർ 25-ന് ഉച്ചയ്ക്ക് 1:30-ന് ബീരിച്ചേരി മക്കാം സിയാറത്ത് നടക്കും. ഉച്ചകഴിഞ്ഞ് 2:30-ന് പടന്നയിൽ സമസ്ത ഉപാധ്യക്ഷൻ സയ്യിദ് KS ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ സന്ദേശയാത്രയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ജാഥാനായകൻ മുഹമ്മദ് അലി സക്കാഫി തൃക്കരിപ്പൂർ പതാക ഏറ്റുവാങ്ങും. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഹസനുൽ അഹ്ദൽ തങ്ങൾ അധ്യക്ഷത വഹിക്കും. പ്രമുഖരായ നേതാക്കൾ പ്രസംഗിക്കും. ആദ്യ ദിനം കാഞ്ഞങ്ങാട്ടും ബേക്കൽ ജംഗ്ഷനിലും സ്വീകരണം നൽകും. ഡിസംബർ 26-ന് ഉച്ചകഴിഞ്ഞ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തും വൈകുന്നേരം മുള്ളേരിയയിലും 6:30-ന് ബദിയടുക്കയിലും സ്വീകരണം നൽകും. ഡിസംബർ 27-ന് ഉച്ചകഴിഞ്ഞ് 2:30-ന് കുമ്പളയിലും വൈകുന്നേരം 4 മണിക്ക് ബന്ദിയോട്ടും സ്വീകരണത്തിന് ശേഷം വൈകുന്നേരം 6 മണിക്ക് മജീർ പള്ളയിൽ സമാപിക്കും. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കേരള യാത്രയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ ജില്ലയിൽ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ലാ യാത്ര ഈ വരുന്ന ഡിസംബർ 25, 26, 27 തീയതികളിലായി നടക്കുകയാണ്. കാസർഗോഡ് ജില്ലയിൽ പ്രസ്ഥാനത്തിന് 9 സോണുകളാണ്. ഓരോ സോണുകളിലും ഓരോ സ്വീകരണ കേന്ദ്രം എന്ന രൂപത്തിലാണ് നാം ഈ ജില്ലാ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം 25-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30-ന് പടന്നയിൽ നിന്ന് തുടങ്ങുകയാണ്. മനുഷ്യർക്കൊപ്പം എന്ന ഈ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ചെർക്കളയിൽ ജനുവരി 1-നാണ് പരിപാടി നടക്കുന്നത്. മഹാനായ നൂറുൽ ഉലമ MA ഉസ്താദിന്റെ പേരിൽ സജ്ജീകരിക്കപ്പെട്ട ആ നഗരിയിലാണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രചരണാർത്ഥം നടക്കുന്ന ഈ പരിപാടിയുടെ ജില്ലാ പരിപാടിയുടെ ഉദ്ഘാടനം നമ്മുടെ പടന്നയിൽ വെച്ചാണ്. പടന്നയിൽ 25-ാം തീയതി 2:30 മണിക്ക് ആദ്യത്തെ പരിപാടി നടക്കും. അബ്ദുൽ ഖാദിർ സക്കാഫി കാട്ടിപ്പാറ, യൂസുഫ് മദനി ചെറുവത്തൂർ, AB അബ്ദുല്ല മാസ്റ്റർ, EK അബൂബക്കർ, MTP ഇസ്മായിൽ സഅദി, അബ്ദുൽ ജലീൽ സക്കാഫി മാവിലാടം, കിലർ അഹമ്മദ് സക്കാഫി, ഷാഹിദ് EM പെട്ടിക്കുണ്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.